ഓൾഡ് ഗോവ എത്തിയത് ഞാനൊരു ഷോപ്പിൽ കയറി ഒരു ക്യാപ്പ് വാങ്ങി. ക്യാപ്പെല്ലാം മദാമ്മമാരെ പോലെ ഒരു നടത്തങ്ങ് നടക്കുമ്പോഴാണ് ആ ഗോവൻ്റെ ഒരു വൈബ് കിട്ടുന്നത്. ഈ ഷോപ്പിൻ്റെ ഉള്ളിൽ A to Z എല്ലാം ഉണ്ടായിരുന്നു. പരിക്ക് ബാണ്ടി എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങളെ പോലത്തെ പെണ്ണുങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിൽ കയറി ആടിനെ ടെൻ്റ് അടിച്ചിട്ടിരിക്കും. അത്ര നല്ല നല്ല സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ബട്ട് അത്രയും റേറ്റും ഉണ്ടായിരുന്നു. തൊപ്പി വാങ്ങാൻ പോയാൽ എനിക്ക് നല്ല തൊപ്പിയിട്ട് നടന്ന് അയക്കുമെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് നടന്നിറങ്ങി. 300 റുപ്യൻ്റെ സൺഗ്ലാസും 200 റുപ്യൻ്റെ തൊപ്പിയും വെച്ചിട്ട് ഞാൻ അങ്ങ് സെറ്റായി ഗൈസ്. ക്രിസ്മസ് അതിനെ കൊണ്ട് നല്ല തിരക്കുണ്ടായിന് രാവിലെ തന്നെ. പിന്നെ ബെസിലിക്ക ഓഫ് ബോം ജീസസ് അങ്ങനെയാണ് ഈ ഒരു ചർച്ചിൻ്റെ പേരെന്ന് ഞാൻ ഇപ്പോൾ ഗൂഗിളിൽ കണ്ടുപിടിച്ച് നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ഓൾഡ് ഗോവ ചർച്ച് അങ്ങനെ പറയുന്നു, ബെസിലിക്ക ഓഫ് ബോം ജീസസ്. അപ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ഡ്രോപ്പ് ആക്കി. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് അറിഞ്ഞത് 470 ഇയേഴ്സ് ഓൾഡ് ഫ്രാൻസിസ് കേവിയറിൻ്റെ ബോഡി ഇവിടെ വരുന്ന ആൾക്കാർക്കെല്ലാം ഇന്ന് കാണാം. 10 കൊല്ലത്തിനൊരിക്കൽ ഈ ബോഡി പുറത്തെടുക്കും എന്നുള്ളത് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞിട്ട് നമുക്ക് അറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ബോഡി കാണാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് പോയി. ഉള്ളിലേക്ക് പോകുമ്പോൾ കുറേ ചെക്കിംഗ് എല്ലാം ഉണ്ടായിരുന്നു. അതായത് എൻ്റെ ക്യാപ്പ്, സൺഗ്ലാസ് ഇതെല്ലാം എൻ്റെ അടുത്ത് ഊരിയിട്ട് വെക്കാൻ പറഞ്ഞു. പിന്നെ എൻ്റെ ബാഗെല്ലാം കുറേ